അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മത്തായി 4:1. സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു തപസ്സുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അനുദിനം പലവിധമായ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. നിരാശയുടെ, ഒറ്റപ്പെടലിൻ്റെ, ആശങ്കയുടെ, പാവബോധത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മരുഭൂമി അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് തപസ്സുകാലം. ബൈബിളിൽ മരുഭൂമി ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്, ആശ്രയിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ്, ദൈവത്തെ അടുത്തറിയുന്ന സ്ഥലമാണ്, ദൗത്യത്തിനായി തയ്യാറാക്കുന്ന സ്ഥലമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെയാണ് രൂപപ്പെട്ടത്. പ്രവാചകന്മാർ അവിടെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത്. യേശു അവിടെയാണ് തൻ്റെ ദൗത്യത്തിനായി തയ്യാറായത്. ലോകത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും അല്പം അകന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, പിശാചിൻ്റെ ഏതുവിധമുള്ള പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നേടുവാൻ, ഒറ്റയ്ക്ക് ആയിരുന്നുകൊണ്ട് സ്വയം വിലയിരുത്തി ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന ഒരു വലിയ സമയമാണ് തപസ്സുകാലം. നമ്മുടെ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു മരുഭൂമി അനുഭവമാകട്ടെ ഈ തപസ്സുകാലം.